Good morning. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാബിന്റെ സ്റ്റാൻഡേർഡ്സുകൾ അല്ലെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ചാപ്റ്റർ 1 വരുന്ന ചാപ്റ്റർ 1 ഏതായിരുന്നു? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ. അതില് AAC അതില് നമ്മൾ 14 സ്റ്റാൻഡേർഡ്സുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കംപ്ലീറ്റ് ആക്കിയില്ലേ? അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തെടുത്തെല്ലാം നോട്ട് ചെയ്തില്ലേ? AAC1, AAC2, AAC5, AAC6, then AAC12, AAC13, AAC14. അങ്ങനെ 14 നിങ്ങൾ നോട്ട് ചെയ്ത് അതിൽ 14 ഞാൻ ടിക്ക് ഇട്ടത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും പഠിക്കാം. ഈ ലാസ്റ്റത്തെ 2-3 അത് നിങ്ങൾ അത് കറക്റ്റ് ചെയ്തായിരുന്നോ? ഒന്ന് നോക്കി കണ്ടതിനകത്ത് AAC എന്നാണ്. 8 തുടങ്ങി 14 വരെയുള്ളത് AAC തന്നെയാണ്. നമ്മൾ ആദ്യം പഠിച്ചില്ലേ? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്നുള്ളത്. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ AAC അത് നിങ്ങൾ കറക്റ്റ് ചെയ്തായിരുന്നോ? അത് പ്രിന്റർ നോട്ടില് അതൊന്ന് അത് അറിയാലോ. പിന്നെ അതാണ് പറഞ്ഞത്, ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്തോന്നുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മള് എത്രയാ 7th 1 സ്റ്റാൻഡേർഡ് 7 AAC7 അത് കഴിഞ്ഞിട്ട് AAC എന്ന് തന്നെ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം കേട്ടോ. ടൈപ്പ് എന്തോ പ്രശ്നമാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, അത് കറക്റ്റ് ചെയ്യുക. അതിനകത്ത് അത്രയും സ്റ്റാൻഡേർഡ്സുകൾ പഠിക്കാം. പിന്നെ അടുത്ത് നോക്കിയ രണ്ടാമത്തെ കെയർ ഓഫ് പേഷ്യന്റ് ആണ് COP. COP നമ്മൾ എത്രണ്ണം പറഞ്ഞു? 9 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. COP 9 വരെയാണ് നമ്മൾ പറഞ്ഞു തീർത്തത്. അതില് COP3, COP5, COP7 അത്രയും 3 അത് 3 ടിക്ക് ഇടുക, അത് 3 പഠിക്കാം. ഇത്രയും നമ്മൾ പറഞ്ഞത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് COP കെയർ ഓഫ് പേഷ്യന്റ് അതിനകത്ത് നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡുകളില് 9 വരെയാണ്. COP 9 വരെയാണ് ഉള്ളത്. അതിനകത്ത് 20 ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇതുപോലെ തന്നെ എല്ലാം പഠിപ്പിക്കുമ്പോഴും ഇമ്പോർട്ടന്റ് ഞാൻ നോട്ട് ചെയ്യാൻ പറയാം. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. അപ്പൊ COP 9 ആണ് ലാസ്റ്റ് പറഞ്ഞത്. COP 9 the organization provides care in intensive care and high dependency unit in a systematic manner. എന്താ പറഞ്ഞേക്കുന്നേ? നമ്മൾ സിസ്റ്റമാറ്റിക് manner ഒരു ചിട്ടയായ രീതിയിൽ ഓർഗനൈസേഷൻ എവിടെയൊക്കെയാ? ICL ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതുപോലെ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്. നമ്മൾ പറഞ്ഞു ICLോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ പറഞ്ഞു പേഷ്യൻസിനൊക്കെ നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞ് അവർ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സ്ഥലമാണ്. നമ്മൾ സാധാരണ പേഷ്യന്റിന് വാർഡുകൾ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി കെയർ കൊടുക്കുന്ന ഒരു പ്ലേസ് ആണ് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്. ഇവിടെയൊക്കെ എന്താണ്? ഒരു ചിട്ടയായ രീതിയിൽ പരിചരണം നൽകുന്നു. അത്രയല്ലേ നമ്മൾ പറഞ്ഞത്? ഓക്കെ. ഇനി അടുത്ത നമുക്ക് നോക്കാം 10th 1 ട്ടോ. COP 10 ആണ് പറയാൻ പോകുന്നത്. Okay. The organization provides safe obstetric area. Obstetric എന്താണ് മീനിങ്? എന്താ? പ്രസവ ചികിത്സ അല്ലെ? പ്രസവ ചികിത്സയ്ക്ക് ഓർഗനൈസേഷൻ നല്ല ബർത്ത് ഓഫ് ചിൽഡ്രൻ. ഓക്കെ. അപ്പൊ ഓർഗനൈസേഷൻ പ്രൊവൈഡ് സേഫ് ഒബ്സ്റ്ററ്റിക് കെയർ, ഒരു നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രസവ ചികിത്സ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് സേഫ് ഒബ്സ്റ്ററ്റിക് കെയർ, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രസവ ചികിത്സ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ആ COP 10 ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. COP 10 organization provides safe obstetric care.
ഒരു സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രസവ ചികിത്സ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. Then COP 11 എന്താ പറയുന്നത്? ഓർഗനൈസേഷൻ പ്രൊവൈഡ് സേഫ് പീഡിയാട്രിക് സർവീസ്. പീഡിയാട്രിക് എന്താ? പീഡിയാട്രിക് ഏത് സെക്ഷനാണ് പീഡിയാട്രിക്? ചിൽഡ്രൻ അല്ലെ? പീഡിയാട്രിക് ശിശുരോഗ വിഭാഗമാണ് പീഡിയാട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു പീഡിയാട്രിക് സർവീസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് കെയർ ഓഫ് പേഷ്യന്റ്. അതില് 11 സ്റ്റാൻഡേർഡ് 11 പറയുന്നത്. ഓക്കെ, ദ ഓർഗനൈസേഷൻ പ്രൊവൈഡ് സേഫ് പീഡിയാട്രിക് സർവീസസ്. അതും നോട്ട് ചെയ്തിട്ടോ കേട്ടോ. 11 organization provides safe pediatric services. Then അടുത്ത നോക്കിയേ COP 12. And safely. Consistently എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായിട്ടും സുരക്ഷിതമായ രീതിയിൽ എന്ത് ചെയ്യുന്നു? പ്രൊസീജിയറൽ സെഡേഷൻ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊസീജിയറൽ സെഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ ടെക്നിക് തന്നെയാണ്. നമുക്ക് ആ ഒരു ഇതിപ്പോ സർജറി ആണെങ്കിൽ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് കാമായിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെഡിക്കൽ ടെക്നിക്കാണ് പ്രൊസീജിയറൽ സെഡേഷൻ എന്ന് പറയുന്നത്. സെഡേഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. പ്രൊസീജിയറൽ സെഡേഷൻ എങ്ങനെയാ? ഇസ് പ്രൊവൈഡ് കൺസിസ്റ്റന്റ്ലി ആൻഡ് സേഫ്ലി. എങ്ങനെയൊക്കെയാണ്? സ്ഥിരമായിട്ടും മയക്കം കൊടുക്കുക. ഓക്കെ, ഞാൻ എന്താ മെസ്സേജ് ഇട്ടേക്കുന്നതിന്. ഓക്കെ, ശരിയാണ്. അപ്പൊ സെഡേഷൻ കൊടുക്കുക അതെങ്ങനെയാ? നമ്മൾ സേഫ് ആയിട്ടും സ്ഥിരമായും സുരക്ഷിതമായിട്ടും എന്ത് ചെയ്യുന്നു? പ്രൊസീജിയറൽ സെഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അത് COP 12 ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് 12 വരുന്നതാണ്. കെയർ ഓഫ് പേഷ്യന്റ് അതിന്റെ സ്റ്റാൻഡേർഡ് 12 വരുന്നതാണ്. പ്രൊസീജിയറൽ സെഡേഷൻ ഈസ് പ്രൊവൈഡഡ് കൺസിസ്റ്റന്റ്ലി ആൻഡ് സേഫ്ലി. അടുത്ത നോക്കിയേ COP 30. 30 എന്താ? അനസ്തേഷ്യ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസിസ്റ്റന്റ് ആൻഡ് സേഫ് മാനർ. ഇനി അനസ്തേഷ്യ സർവീസ് എങ്ങനെയാ? സ്ഥിരമായിട്ടും സുരക്ഷിതമായിട്ടുള്ള രീതിയിലും പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. Anesthesia services are provided in a consistent and safe manner. അടുത്തത് COP 14. Surgical services are provided in a consistent and safe manner. അത് നോട്ട് ചെയ്തോ കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. COP 14 അതിനകത്ത് പറയുന്നത് ഏതാണ്? COP 14. Surgical services are provided in a consistent and safe manner. Surgical procedure എങ്ങനെയാ? സ്ഥിരമായിട്ടും സുരക്ഷിതമായിട്ടുള്ള രീതിയിലും നൽകുന്നു. Surgical services are provided in a consistent and safe manner. Okay. 14 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. 14. Then അടുത്ത നോക്കിയേ COP 15. 15 എന്താ പറയുന്നേ? The organ transplant program is carried out safely. Organ transplant program എങ്ങനെയാ നടത്തണം? ക്യാരി ഔട്ട് സേഫ്ലി. സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഈസ് ക്യാരിഡ് ഔട്ട് സേഫ്ലി. ഓക്കെ, അതായത് നമുക്കറിയാം ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താ? ഈ നമുക്ക് ഓർഗനൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് ആ ട്രാൻസ്പ്ലാന്റിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ഡെത്ത് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് അവരൊന്ന് എന്താ അവർക്ക് വേണ്ട അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുക. അപ്പൊ പിന്നെ അടുത്തത് ഈ ആളുകൾക്കൊക്കെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് അതിനൊരു അവയർനെസ് കൊടുക്കുക. ഇതൊക്കെയാണ് അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം എങ്ങനെ നടത്തണം? സേഫ് ആയിട്ടുള്ള രീതിയിൽ നടത്തണം. ഓക്കെ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഈസ് ക്യാരിഡ് ഔട്ട് സേഫ്ലി. അതും നോട്ട് ചെയ്തോ കേട്ടോ. 15 COP 15. ഇത് വേറെ ഒത്തിരി ഡീറ്റെയിൽ ഒന്നുമില്ല. നിങ്ങൾ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ചെയ്തായിരുന്നോ? നിങ്ങള് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ നിന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന്.
ഒന്നില്ലെങ്കിൽ നമുക്ക് ഏതാ അത് ഏതിൽ വരുന്നതാണെന്ന് ചോദിക്കാം. COP ഇപ്പൊ 15 ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അത് തന്നിട്ട് ആ സ്റ്റാൻഡേർഡ് ഏതാന്നുള്ളത് തന്നിട്ട് അത് ഏതിൽ വരുന്നതാണെന്ന് ചോദിക്കാം. അപ്പൊ പല ഓപ്ഷൻ COP ഇപ്പൊ 13, 14, 15 എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ്. മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം നോക്കാൻ സമയം കിട്ടിയായിരുന്നു നിങ്ങൾക്ക്? ചെയ്തു നോക്കി. അപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ആ ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലായില്ലേ? അല്ലാതെ ഇതിൽ നിന്ന് വേറെ ഒത്തിരി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല. ഈ രണ്ട് രീതിയിൽ നിങ്ങൾ ഇത്രയും ഈ ഒരു സെക്ഷൻ പഠിച്ചു പോയാൽ മതി കേട്ടോ. 100ഓളം സ്റ്റാൻഡേർഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതില് ഫുള്ള് ബൈഹാർട്ട് ചെയ്യേണ്ട. നമ്മള് പറയുന്നത് മാത്രം ടിക്ക് ഇടുന്നത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് COP 15 ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി അടുത്ത് നോക്കിയേ COP 16. The organization identifies and manages patients who are at a higher risk of morbidity or mortality. Morbidity എന്ന് പറഞ്ഞാൽ എന്താ? Morbidity രോഗസാധ്യതയുള്ള പേഷ്യൻസ്. Morbidity രോഗസാധ്യത. Then mortality. Mortality പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ഡിസീസ് റേറ്റ്. ഓക്കെ, മരണസാധ്യത ഡെത്ത് റേറ്റ് ആണ്. ഡിസീസ് റേറ്റ് ഡെത്ത് റേറ്റ്. മോർട്ടാലിറ്റി മരണസാധ്യത കൂടുതലുള്ള അല്ലെങ്കിൽ രോഗസാധ്യത കൂടുതലുള്ള പേഷ്യൻസിനെ ആ ഒരു ഓർഗനൈസേഷൻ തിരിച്ചറിയുകയും അതെന്ത് ചെയ്യുക, അത് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുക എന്നാണ് അതിനകത്ത് വരുന്നത്. COP 16. The organization identifies and manage. Identify ചെയ്യുക, തിരിച്ചറിയുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക, മാനേജ് ചെയ്യുകയും ചെയ്യുക. എന്താ? പേഷ്യൻസ് who are at the risk of morbidity or mortality. അപകട സാധ്യത കൂടുതലുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി മരണസാധ്യത അതിന്റെ റിസ്കിലുള്ളവരാണ്. മരണസാധ്യത ഉള്ള പേഷ്യൻസ് അവരെ ആ ഓർഗനൈസേഷൻ തിരിച്ചറിയുകയും അവരെ എന്താ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുക. അതാണ് COP 16 വരുന്നത്. 16 ആ സ്റ്റാൻഡേർഡിൽ വരുന്നത്. ഓക്കെ, അടുത്ത COP 17. Pain management for patients is done in a consistent manner. പെയിൻ മാനേജ്മെന്റ് എങ്ങനെയാ നടത്തുന്നത്? ഒരു സ്ഥിരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ നടത്തുക എന്നുള്ളത്. പെയിൻ മാനേജ്മെന്റ് ഫോർ പേഷ്യൻസ് ഈസ് ഡൺ ഇൻ എ കൺസിസ്റ്റന്റ് മാനർ. സ്ഥിരമായ രീതിയിൽ നടക്കുക. അപ്പൊ അവർക്ക് ആവശ്യത്തിനുള്ള മെഡിക്കേഷൻസ് കൊടുക്കുക, ഫിസിക്കൽ തെറാപ്പി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. കറക്റ്റ് മെഡിക്കേഷൻസ് എല്ലാം കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ അവരെ പെയിൻ മാനേജ് ചെയ്യാനായിട്ട് വേദനയൊക്കെ കുറയ്ക്കുന്ന രീതിയിൽ പെയിൻ മാനേജ്മെന്റ് ഫോർ പേഷ്യൻസിന്റെ ആ പെയിൻ മാനേജ്മെന്റ് ഒരു സ്ഥിരമായിട്ടുള്ള രീതിയിൽ നടത്തുക. പെയിൻ മാനേജ്മെന്റ് ഫോർ പേഷ്യൻസ് ഈസ് ഡൺ ഇൻ എ കൺസിസ്റ്റന്റ് മാനർ. 19. COP 18 ആണ് കേട്ടോ. 18. Rehabilitation services are provided to the patient in a safe, collaborative and consistent manner. Rehabilitation സർവീസുകൾ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് പഠിച്ചതാ, പുനരധിവാസ കേന്ദ്രങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഇങ്ങനെ എന്താ നമ്മൾ ഒത്തിരി വയസ്സായിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ ജീവിതാവസാനം അവർക്ക് നമ്മൾ പറഞ്ഞു റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലൊക്കെ അവർക്ക് ട്രീറ്റ്മെന്റിനേക്കാളും കൂടുതൽ അവർക്ക് എന്താ ഇനിയുള്ള കാലം നല്ല സന്തോഷമൊക്കെ കൊടുക്കാം അല്ലെ. അവർക്ക് ട്രീറ്റ്മെന്റിനല്ല മുഖ്യം, എന്റർടൈൻമെന്റ് അത് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്നതാണ് റീഹാബിലിറ്റേഷൻ സർവീസുകളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സർവീസുകൾ എങ്ങനെ കൊടുക്കണം? ഈ പേഷ്യൻസിന് സേഫ് ആയിട്ടുള്ള രീതിയിൽ, സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ, കൊളാബറേറ്റ് ആൻഡ് കൺസിസ്റ്റന്റ്, സ്ഥിരമായിട്ടുള്ള രീതിയിൽ അവർക്ക് എല്ലാം സഹകരിച്ചും, കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സഹകരിച്ചും സുരക്ഷിതമായിട്ടുള്ള രീതിയിലും സ്ഥിരമായ രീതിയിലും റീഹാബിലിറ്റേഷൻ സർവീസുകൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. അതാണ് COP 18 വരുന്നത്. നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവുന്നില്ലേ? ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.
ഒത്തിരി ഡീറ്റെയിൽ പഠിക്കണ്ട, ജസ്റ്റ് ആ സ്റ്റാൻഡേർഡ് അതാന്ന് നോക്കുക, എന്നിട്ട് അതിൽ എന്താണ് വരുന്നതെന്നുള്ള ആ സ്റ്റാൻഡേർഡിൽ എന്താണ് പറയണേന്നുള്ളതും മനസ്സിലാക്കി വെക്കുക കേട്ടോ. Rehabilitation services are provided to the patient in a safe, collaborative and consistent manner. പേഷ്യൻസിന് റീഹാബിലിറ്റേഷൻ സർവീസുകൾ സുരക്ഷിതമായിട്ടും സഹകരിച്ചും സ്ഥിരമായ രീതിയിലും കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക. Then COP19, nutritional therapy is provided to patient consistently and collaboratively. Okay, അടുത്ത ന്യൂട്രീഷണൽ സർവീസസ് എന്താ, നമ്മൾ പറഞ്ഞ ന്യൂട്രീഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനില് ആ എന്താ ന്യൂട്രീഷ്യൻസും ന്യൂട്രീഷ്യസ് ഫുഡും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ പറഞ്ഞു എന്നുവെച്ചാ അവരുടെ ആ രോഗങ്ങളൊക്കെ പെട്ടെന്ന് ഭേദമാകാനും, അപ്പൊ നമ്മൾ മെഡിസിന്റെ ഒപ്പം തന്നെ ആ ഫുഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്തിട്ട് ന്യൂട്രീഷനും കൂടി ന്യൂട്രീഷണൽ പ്ലാനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അവർക്ക് ആ ട്രീറ്റ്മെന്റ്. അതും കൂടി അതിന്റെ ഒരു ഭാഗമാണ്. ഡയറ്ററി സർവീസ് ഒക്കെ നമ്മൾ പഠിച്ചല്ലേ അല്ലെ. ന്യൂട്രീഷണൽ തെറാപ്പി എങ്ങനെ കൊടുക്കണം? ഈസ് പ്രൊവൈഡഡ് ടു പേഷ്യന്റ് കൺസിസ്റ്റന്റ്ലി ആൻഡ് കൊളാബറേറ്റീവ്ലി. ന്യൂട്രീഷൻ ബേസ്ഡ് പ്ലാൻ ആണ് കേട്ടോ ന്യൂട്രീഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ടു ഹെൽപ്പ് ടു മാനേജ് ട്രീറ്റ് സർട്ടൻ ഹെൽത്ത് കണ്ടീഷൻസ്. ചില ഹെൽത്ത് കണ്ടീഷനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് ന്യൂട്രീഷൻ ബേസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. കൺസിസ്റ്റന്റ്ലി ആൻഡ് കൊളാബറേറ്റീവ്ലി, സ്ഥിരമായിട്ടും ഒരു സഹകരിച്ചും ന്യൂട്രീഷണൽ തെറാപ്പി പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. Then COP20, ലാസ്റ്റത്തെ, end of life care is provided in an compassionate and considerate manner. ഇങ്ങനെയാ നമ്മുടെ ഈ എൻഡ് ഓഫ് ലൈഫ് കെയർ, അതായത് ജീവിതാവസാനം, ജീവിതത്തിന്റെ അവസാന പരിചരണം, അവസാന നാളുകളിൽ കൊടുക്കുന്ന കെയർ എങ്ങനെ വേണം കൊടുക്കാൻ? കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ അനുകമ്പയോടുകൂടി ആൻഡ് കൺസിഡറബിൾ മാനർ, അവർക്ക് വേണ്ട പരിഗണന കൊടുത്തു. നമ്മളങ്ങനെ ഒത്തിരി പ്രായമായി ഇങ്ങനെ മരിക്കാറായി കിടക്കുന്ന പേഷ്യൻസിന് നമ്മൾ അവരെ കെയർ കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് കുറച്ചും കൂടി എന്താ കൺസിഡറേഷൻ, ഒരു പരിഗണനയോടും അതുപോലെ തന്നെ കുറച്ചും കൂടി അനുകമ്പയോട് കൂടി തന്നെ പ്രൊവൈഡ് ചെയ്യണം, കെയർ പ്രൊവൈഡ് ചെയ്യണം. എൻഡ് ഓഫ് ലൈഫ് കെയർ ഈസ് പ്രൊവൈഡഡ് ഇൻ എ കമ്പാഷനേറ്റ് ആൻഡ് കൺസിഡറേറ്റ് മാനർ. അനുകമ്പയോടുകൂടിയും പരിഗണനയോടുകൂടിയും കൊടുക്കുക. അങ്ങനെ COP20 20 സ്റ്റാൻഡേർഡ് ആണ് വരുന്നത് കേട്ടോ, കെയർ ഓഫ് പേഷ്യൻസ്. അതിന് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം, നിങ്ങളത് ടിക്ക് ചെയ്തിട്ടേക്കുന്നത് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. COP3 കെയർ ഓഫ് പേഷ്യൻസ്. COP5 then COP7 then COP10 COP11 then 14 COP14 then last COP15. അത്രയും ആ 20 എണ്ണത്തിൽ നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. 7 എണ്ണം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ടിക്ക് ഇടുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്തെടുക്കുക. അത്രയും ബൈഹാർട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ഒന്നുമില്ല, നമുക്ക് ഇത് തന്നെ നോക്കിപ്പോയാൽ മതി. 2 രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനകത്ത് 10 ആണ്, 10, 11, 14. ഇനി അത് പറയണ്ടല്ലോ. 10 പറയുന്നത് പ്രൊവൈഡ് സേഫ് ഒബ്സ്റ്ററ്റിക് കെയർ, 11 ഓർഗനൈസേഷൻ പ്രൊവൈഡ് സേഫ് പീഡിയാട്രിക് സർവീസ്, 14 പറഞ്ഞത് സർജിക്കൽ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ കൺസിസ്റ്റന്റ് ആൻഡ് സേഫ് മാനർ, സുരക്ഷിതമായിട്ടും സ്ഥിരമായിട്ടും കൊടുക്കാം. പിന്നെ 15 ദ ഓർഗൻ AACയുടെ ഇമ്പോർട്ടന്റ് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത് നോക്കിയേ 15 ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഈസ് ക്യാരിഡ് ഔട്ട് സേഫ്ലി. അത്രയാണ് അതിനകത്ത് നിന്ന് പഠിക്കുന്നത്. 7 എണ്ണം നിങ്ങൾ പഠിക്കണം COP-യില്. ഇനി AAC-യില് നമ്മൾ പറഞ്ഞത് ടിക്കട്ടത് AAC1 പറഞ്ഞിട്ടുണ്ട്. നോട്ട് ചെയ്തവര് ഒന്നുകൂടെ നോക്കിക്കോ, നോട്ട് ചെയ്യാത്തവര് ഒന്ന് നോട്ട് ചെയ്തെടുത്തോട്ടോ. AAC1, AAC2, AAC5,
AAC 6. AAC 6. Then AAC 12, AAC 13, AAC 14. 7 തന്നെ കേട്ടോ. അതിനകത്തുനിന്ന് നിങ്ങൾ 7 7 അതിലും പഠിക്കുക. ക്ലിയർ അല്ലേ? 2 നമ്മൾ പറഞ്ഞത്. കെയർ ഓഫ് പേഷ്യന്റും അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ 2 നമ്മൾ പറഞ്ഞു. അപ്പൊ ചാപ്റ്റർ ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാനാണോ പറഞ്ഞത്? ഓക്കെ. AAC 1, AAC 2, AAC 5, AAC 6, then AAC 12, AAC 13, AAC 14. Okay. കിട്ടിയില്ലേ? 1, 2, 5, 6, 12, 13, 14. ക്ലിയർ അല്ലേ? ഇത്രയും ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നോട്ട് ചെയ്ത് എടുത്ത കുറെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്തിട്ട് അതിന് നമ്മൾ വീണ്ടും ഒക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളതാണ് നോട്ട് ചെയ്തത്. നിങ്ങൾ ഇത് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പൊ നമ്മള് 2 ചാപ്റ്റർ 1 നമ്മള് 14th സ്റ്റാൻഡേർഡ് അതില് 7 പറഞ്ഞു തന്നു. ദെൻ ചാപ്റ്റർ 2 20 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 20 നമ്മൾ 7 നോട്ട് ചെയ്തെടുത്തു. ഓക്കെ. ഇനി അടുത്ത് ചാപ്റ്റർ 3 ആണ്. ചാപ്റ്റർ 3 വരുന്ന ഏതാ? ചാപ്റ്റർ 3 മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. ഈ മെഡിക്കേഷൻസ് മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഏതൊക്കെയാണ് നോക്കാം. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. ഫസ്റ്റ് നോക്കിയേ, MOM, MOM 1, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ 1. Pharmacy services and usage of medication is done safely. എന്താ പറഞ്ഞേക്കുന്നേ? ഫാർമസി സേവനങ്ങള് ആൻഡ് യൂസേജ് ഓഫ് മെഡിക്കേഷൻ, മരുന്നുകളുടെ ഉപയോഗം, ഇതൊക്കെ എങ്ങനെ ചെയ്യണം? ഈസ് ഡൺ സേഫ്ലി, സുരക്ഷിതമായ രീതിയിൽ ചെയ്യുക. Pharmacy services and usage of medication is done safely. ടിക്ക് കേട്ടോ. ഫസ്റ്റ് വൺ, ഫാർമസി സർവീസും മരുന്നുകളുടെ ഉപയോഗം ഒക്കെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ നടത്തുക. അടുത്ത നോക്കിയാൽ MOM 2. The organization develops, update and implement a hospital formulary. ഫോർമുലറി എന്ന് പറഞ്ഞ എന്താ? കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. ഫാർമസിയിൽ ആ ഒരു വേർഡ് പഠിച്ചിട്ടുണ്ട്. ഫോർമുലറി എന്താ? ഡ്രഗ് ലിസ്റ്റ് ആണ് കേട്ടോ. ഫോർമുലറി എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഫോർമുലറി, മരുന്നുകളുടെ ലിസ്റ്റ്. ഫാർമസിയിൽ നിങ്ങൾക്ക് ഈ ഒരു വേർഡ് പഠിച്ചിട്ടുണ്ട്. ഫോർമുലറി ഡ്രഗ് ലിസ്റ്റ് ആണ്. ഈ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് that related to information that are approved for the usage of hospital. ഹോസ്പിറ്റലില് ആ മരുന്നുകളുടെ യൂസേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡ്രഗ് ലിസ്റ്റ് ആണ് ഫോർമുലറി എന്ന് പറയുന്നത്. ഫോർമുലറി. The organization develops, update and implement a hospital formulary. എന്ത് ചെയ്യുക? ആ ഹോസ്പിറ്റല് എന്ത് ചെയ്യണം? ഡെവലപ്പ്, അപ്ഡേറ്റ്സ്, അതായത് അത് നമ്മൾ ആ ഒരു ലിസ്റ്റ്, ഡ്രഗ് ലിസ്റ്റ് നവീകരിക്കുക. അപ്ഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പുതുക്കുക അല്ലെങ്കിൽ നവീകരിക്കുക എന്നുള്ള മീനിങ് ആണ് അപ്ഡേറ്റ്സ്. അപ്പോ ആ ഡ്രഗ് ലിസ്റ്റുകളെ പുതുക്കുക അല്ലെങ്കിൽ നവീകരിക്കുക, അത് അല്ലെങ്കിൽ ആൻഡ് ഇംപ്ലിമെന്റ്, അത് നടപ്പിലാക്കുക. അത് വികസിപ്പിക്കുന്ന ഓർഗനൈസേഷൻ അത് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. The organization develops, updates and implements a hospital formulary. ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ് അത് നവീകരിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. ഓക്കെ. ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റ് ആണ് കേട്ടോ. ഫാർമസിയിൽ പഠിച്ചില്ലേ ആ ഒരു വേർഡ്? പഠിച്ചിട്ടില്ലേ ഫാർമസിയില്? യെസ് ഉണ്ട്. അടുത്ത നോക്കിയപ്പോ 3. Medications are stored appropriately and are available where required. Medications are stored. മരുന്നുകൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം? അപ്രോപ്രിയേറ്റ്ലി, ഇങ്ങനെ ഉചിതമായിട്ട്. നമുക്ക് ഫാർമസിയിലൊക്കെ ആണെങ്കിൽ മരുന്നുകൾ അത് കറക്റ്റ് ഓർഡറിലും ഒക്കെ അല്ല അവർ വെക്കുന്നേ. അത്
പ്രോപ്പർ ആയിട്ട് തന്നെ അത് എന്താ ഉചിതമായിട്ട് തന്നെ മെഡിക്കേഷൻസ് സ്റ്റോർ ചെയ്യണം. ആൻഡ് ആർ അവൈലബിൾ വെയർ റിക്വയർഡ്, എവിടെയാണോ ആവശ്യം അവിടെ അത് ലഭ്യമാക്കുകയും ചെയ്യണം. അതാണ് 3 പറയുന്നത് കേട്ടോ. മോക്ക് 3 പറയുന്നത് മെഡിക്കേഷൻസ് ആർ സ്റ്റോർഡ് അപ്രോപ്രിയേറ്റ്ലി. അപ്രോപ്രിയേറ്റ്ലി എന്ന് വെച്ചാൽ ഉചിതമായിട്ട് മരുന്നുകൾ സ്റ്റോർ ചെയ്യുകയും അത് എവിടെയാണോ ആവശ്യമുള്ളത് അത് നമ്മൾ ലഭ്യമാക്കുകയും ചെയ്യണം. ആൻഡ് ആർ അവൈലബിൾ വെർ റിക്വയർഡ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ മോക്ക് 4 എന്താ പറഞ്ഞേക്കുന്നത്? മെഡിക്കേഷൻസ് ആർ പ്രിസ്ക്രൈബ് സേഫ്ലി ആൻഡ് റാഷണലി. എങ്ങനെ മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യണം? സേഫ്ലി, സുരക്ഷിതമായിട്ട്. റാഷണലി എന്ന് വെച്ചാൽ യുക്തിപരമായിട്ട്. മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യണം സുരക്ഷിതമായും യുക്തിപരമായ രീതിയിലും മെഡിക്കേഷൻസ് എന്ത് ചെയ്യണം? പ്രിസ്ക്രൈബ് ചെയ്യണം. Okay, medications are prescribed safely and rationally. അടുത്തത് അപ്പൊ അതിനകത്ത് 4th one ടിക്ക് കിട്ടും കേട്ടോ. 1ഉം 4ഉം നിങ്ങൾ പഠിക്കണം. 1ഉം 4ഉം ഓക്കെ, നോട്ട് ചെയ്തു. ഇനി അടുത്തത് നോക്കിയേ, 5 എന്താ പറയുന്നേ? മെഡിക്കേഷൻ ഓർഡേഴ്സ് ആർ റിട്ടേൺ ഇൻ എ യൂണിഫോം മാനർ. എങ്ങനെ വേണം? ഒരു ഏകീകൃതമായിട്ടുള്ള രീതിയിൽ ഈ മെഡിക്കേഷൻ ഓർഡറുകൾ എഴുതണം. The medication orders are written in a uniform manner. Medication orders are written in a uniform manner. 5 ആണ്, അതും നോട്ട് ചെയ്തെടുത്തോ കേട്ടോ. 5th one. അടുത്ത 6 നോക്കിയേ, മെഡിക്കേഷൻസ് ആർ dispensed in a safe manner. ഇത് എങ്ങനെ ഡിസ്പെൻസ് ചെയ്യണം? എങ്ങനെ വിതരണം ചെയ്യണം? സേഫ് മാനർ, സുരക്ഷിതമായ ഒരു രീതിയിൽ മരുന്നുകൾ വിതരണം ചെയ്യണം. ഓക്കെ, മെഡിക്കേഷൻസ് ഓർഡേഴ്സ് ആർ റിട്ടേൺ, medications are dispensed in a safe manner. സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ മരുന്നുകൾ വിതരണം ചെയ്യണം. Medications are dispensed in a safe manner. അടുത്തത് അതും 6ഉം നോട്ട് ചെയ്തിട്ട് കേട്ടോ. 6ഉം നോട്ട് ചെയ്തു, 5ഉം 6ഉം നോട്ട് ചെയ്തു. അടുത്ത നോക്കി 7th one. Medications are administered safely. Medications are administered safely. Medications സുരക്ഷിതമായിട്ട് നൽകുന്നു. Medications are administered safely. Then അടുത്ത നോക്കിയേ, 8 എന്താ പറഞ്ഞേക്കുന്നത്? Patients are monitored after medication administration. അപ്പോ നമ്മൾ ഈ മരുന്നുകളൊക്കെ നൽകിയതിന് ശേഷം പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നു. ചില മരുന്നുകളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളോട് പറയും അവിടെ വെയിറ്റ് ചെയ്യാൻ പറയൂ അല്ലേ? ചില മരുന്നുകളൊക്കെ കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറയും. അതെന്താ? അവരെ മരുന്നുകൾ കൊടുത്തതിന് ശേഷം പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നു. പേഷ്യൻസ് ആർ മോണിറ്റേർഡ് ആഫ്റ്റർ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അടുത്തത് 8 നോട്ട് ചെയ്തു കേട്ടോ. 8 1 നോട്ട് ചെയ്തു. ഇനി അടുത്ത് നോക്കി 9th one. നാർക്കോട്ടിക് ഡ്രഗ്സ്. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പെയിൻ കില്ലർ ആയിട്ട് അല്ലെങ്കിൽ സെഡേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോർഫിൻ പോലുള്ള മരുന്നുകളാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. സെഡേഷൻ ആയിട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെയിൻ കില്ലർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മോർഫിൻ ഫോർ എക്സാമ്പിൾ ആണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആ സബ്സ്റ്റൻസ് ദാറ്റ് അഫക്ട് ദ ബ്രെയിനെ, നമുക്ക് ചില മെഡിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രെയിനെ അഫക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എന്താണെന്നൊന്നും ചോദിക്കൊന്നുമില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മുടെ ബ്രെയിനിനെയൊക്കെ അഫക്ട് ചെയ്യാനായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള പേഷ്യൻസിന് നമുക്ക് നമ്മുടെ ബ്രെയിനിനെയൊക്കെ അഫക്ട് ചെയ്യാനായിട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. psychotropic substance. And chemotherapeutic agents. The chemotherapeutic agents കീമോതെറാപ്പി കേട്ടിട്ടില്ലേ? അതൊക്കെ നമ്മൾ റേഡിയേഷൻസിലൊക്കെ പഠിച്ചല്ലേ. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ കൊടുക്കുന്നതാണ് കീമോതെറാപ്യൂട്ടിക് ഏജൻസ്. ഡ്രഗ്സ് ആണ്, മരുന്നുകളാണ്. എന്തിനു വേണ്ടിയാ? ദാറ്റ് യൂസ്ഡ് ടു ട്രീറ്റ് ക്യാൻസർ, അല്ലെ? നമ്മുടെ ക്യാൻസർ സെല്ലിന്റെ ഗ്രോത്ത് അത് തടയുന്നതിന് വേണ്ടിയിട്ട് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് കീമോതെറാപ്യൂട്ടിക് ഏജൻസ് എന്ന് പറയുന്നത്. ആൻഡ് റേഡിയോ ആക്റ്റീവ് ഏജൻസ് ആർ യൂസ്ഡ് സേഫ്ലി. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം? സേഫ്ലി, സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണം. ഓക്കെ, യുറേനിയം, പൊളോണിയം ഒക്കെ റേഡിയോ ആക്റ്റീവ് ഏജൻസ് ആണ് കേട്ടോ. DNA അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂനൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്ന റേഡിയേഷൻ ഒക്കെ ചെയ്യൂലേ ക്യാൻസറിന്റെ ഭാഗമായിട്ട്. നമ്മൾ റേഡിയേഷൻ തെറാപ്പി ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ DNA ആ കോശങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൊടുത്തതാണ്. യുറേനിയം, പൊളോണിയം ഒക്കെ അതിനകത്ത് റേഡിയോ ആക്റ്റീവ് ഏജൻസിന് എക്സാമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. യുറേനിയം, പൊളോണിയം ഒക്കെ. ഡിസീസസ് ആൻഡ് ഡയഗ്നോസിസ്, ഡിസീസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും രോഗം ഡയഗ്നോസിന്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് റേഡിയോ ആക്റ്റീവ് ഏജൻസ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാ? സേഫ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണം. ഏതൊക്കെയാ പറഞ്ഞത്? നാർക്കോട്ടിക് ഡ്രഗ്സ്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, കീമോതെറാപ്യൂട്ടിക് ഏജൻസ് ആൻഡ് റേഡിയോ ആക്റ്റീവ് ഏജൻസ് ആർ യൂസ്ഡ് സേഫ്ലി. വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണം. ടെൻത്ത് വൺ എന്താ പറഞ്ഞേക്കുന്നേ? Implantable prosthesis and medical devices are used in accordance with the laid down criteria. അതായത് നിശ്ചയിച്ചിട്ടുള്ള ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിനനുസൃതമായിട്ട് മെഡിക്കൽ ഡിവൈസുകൾ, ഉപകരണങ്ങൾ ഉണ്ടല്ലോ, മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മെഷീൻസ് ഒക്കെ, അതും പിന്നെ ഇംപ്ലാന്റബിൾ പ്രോസ്തീസിസ്. ഇംപ്ലാന്റബിൾ പ്രോസ്തീസിസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രോസ്തെറ്റിക് ഇംപ്ലാന്റ് എന്ന, അതായത് നമുക്ക് എന്തെങ്കിലും ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ് അവിടെ. ഡിവൈസ് ഓർ ടിഷ്യൂ ദാറ്റ് is surgically placed in the body, then replacement of the missing. ഇപ്പൊ നമ്മളൊരു ആക്സിഡന്റ് പറ്റി, നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗം മിസ്സായി ഏതെങ്കിലും, അപ്പൊ അവിടെ നമ്മൾ ഇതുപോലെ ഒരു എക്യുപ്മെന്റ്, അങ്ങനെയൊക്കെ നമ്മൾ ബോൺസൊക്കെ വെക്കുന്നില്ലേ? ഓക്കെ, ആർട്ടിഫിഷ്യൽ ലിംസ് എക്സാമ്പിൾ ആണത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്, അല്ലെ? അതൊരു ഡിവൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂസ് നമ്മൾ അവിടെ സർജിക്കലി അവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ചീത്തയായി പോയിട്ടുള്ള ഇതിന് പകരം നമ്മൾ അവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നത്. റീപ്ലേസ് ദ മിസ്സിംഗ് ബോഡി പാർട്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു. പിന്നെ അതുപോലെ റീപ്ലേസ്മെന്റ്, ഹാർട്ടിന്റെ വാൽവ് റീപ്ലേസ് ചെയ്യൂലേ? ഹാർട്ട് വാൽവ് വേറെ എക്സ്ട്രാ നമ്മൾ വേറെ ഇത് വെക്കും. പിന്നെ അതുപോലെ തന്നെ ജോയിന്റ്സില്, ഓക്കെ. പിന്നെ ഡെന്റല്, പല്ലുകളൊക്കെ ആണെങ്കിലും ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് വേറെ സെപ്പറേറ്റ് വെക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ളത്. നീ ക്യാപ്പ്, മുട്ടിന്റെ, ശരിയാണ്, ചിരട്ട മാറ്റി വെക്കാന്ന് അല്ലേ? അങ്ങനെയുള്ളതൊക്കെ ആണ് ഇംപ്ലാന്റബിൾ പ്രോസ്തീസിസ് എന്നുള്ളത് വരുന്നത്. അതെല്ലാം എങ്ങനെ വേണം? ഒരു ഹിപ്പ്, ശരിയാണ്. അപ്പൊ നമുക്കൊരു നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ മെഡിക്കൽ ഡിവൈസുകളും ഇംപ്ലാന്റബിൾ പ്രോസ്തീസിസും നമ്മൾ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അനുസൃതമായിട്ട് തന്നെ ഉപയോഗിക്കുന്നു. അടുത്തതാണ് 11. മെഡിക്കൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ് ആർ സ്റ്റോർഡ് അപ്രോപ്രിയേറ്റ്ലി ആൻഡ് ആർ അവൈലബിൾ വേർ റിക്വയർഡ്. മെഡിക്കൽ സപ്ലൈകൾ,
മെഡിക്കൽ സപ്ലൈകള്, ഗ്യാസുകള്, അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് വരുന്നതല്ലേ. ആൻഡ് കൺസ്യൂമബിൾസ്, കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ ഉപഭോഗ വസ്തുക്കള്, മാസ്ക് അല്ലെങ്കിൽ സർജിക്കൽ സപ്ലൈകള്, ഡിസിൻഫെക്റ്റന്റ്, അങ്ങനെയൊക്കെ ഉള്ളത് കൺസ്യൂമബിൾസിൽ വരുന്നതാണ്. ഉപഭോഗ വസ്തുക്കള്, medical supplies and consumables are stored appropriately and available where required. Appropriate ആയിട്ട് ഉചിതമായിട്ടുള്ള രീതിയിൽ മെഡിക്കൽ സപ്ലൈകളും ഈ ഉപഭോഗ വസ്തുക്കളും കൺസ്യൂമബിൾസ് ഉപഭോഗ വസ്തുക്കളും സ്റ്റോർ ചെയ്യണം. അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ, ഉചിതമായ രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യണം. ആൻഡ് അവൈലബിൾ വേർ റിക്വയർഡ്, ഇനി എവിടെയാണ് അത് അതിന്റെ റിക്വയർമെന്റ് ആവശ്യമുള്ളത് അവിടെ അത് ലഭ്യമാക്കുകയും ചെയ്യണം. ഓക്കെ, 11. അപ്പൊ അതിനകത്ത് നമുക്ക് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, അതിൽ നമുക്ക് എത്ര എണ്ണമാണ് ഞാൻ പറഞ്ഞു? 1 ഉണ്ട്, 1, 4, 5, 6, 8 ഇത്രയും നോട്ട് ചെയ്യുക കേട്ടോ. 4 പഠിച്ചാൽ മതി. അതിൽ ക്ലിയർ അല്ലേ? ഓക്കെ, 1, 4, 5, 6, 8. 5, 6, 8. 1, 4 ടിക്കറ്റ് വെച്ചില്ലേ? ഓക്കെ ഓക്കെ. ഇനി അടുത്തത് പേഷ്യൻസ് റൈറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. അതിനു മുന്നേ ഞാനൊരു 5 മിനിറ്റ് തരാം, നിങ്ങൾ അത് രണ്ടും ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ആദ്യത്തെ നമ്മൾ ഇന്നെടുത്ത മുതല് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് അടുത്തത് നോക്കാം. ഒരുപാട് നമുക്ക് വേറെ ഒത്തിരി ഡീറ്റെയിൽ ഒന്നും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലോ ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വന്നതെന്നുള്ള. 2 രീതിയിൽ ഇതിന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞേക്കുന്നത് ഇതേ ബൈ ഹാർട്ട് ഇത് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് ഷുവറാണ്. അപ്പൊ അതനുസരിച്ച് തന്നെ നിങ്ങൾ ഈ ടിക്കറ്റ് എഴുതൊന്ന് പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. ഇത് ഇങ്ങനെ പറഞ്ഞ് വേറെ ഒന്നും പറയാനില്ലല്ലോ, അതിന്റെ വായിച്ചിങ്ങനെ പോയാൽ മതി. COP 10 മുതലുള്ളത് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. നമ്മൾ ആ ടിക്കറ്റ് മാത്രം വായിച്ചാൽ മതി. എല്ലാം കിട്ടുണ്ടോ എന്ന് നോക്കി ഒരു പ്രാവശ്യം വേഗം ഒന്ന് വായിക്കട്ടോ. നെക്സ്റ്റ് എടുക്കാം. പെട്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കുക കേട്ടോ. ടിക്കറ്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, വായിച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി അടുത്ത് നോക്കി. ഇനി അടുത്തത് 4th ചാപ്റ്റർ ആണ്. അതിനകത്ത് ഏതാ? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻസ്. പേഷ്യൻസിന്റെ അവകാശങ്ങള്, അവരുടെ എഡ്യൂക്കേഷൻ. PRE, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അതിൽ നമുക്ക് 8 പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, PRE1 ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് 1. PRE സ്റ്റാൻഡേർഡ് 1. സ്റ്റാൻഡേർഡ് 1ൽ എന്താ പറഞ്ഞേക്കുന്നത്? സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. എന്നാലും ഈ ഓരോന്നിന്റെയും സമ്മറി, സ്റ്റാൻഡേർഡിന്റെ സമ്മറിയാണ്. Okay. The organization protects and promotes patients and family rights and inform
them about the responsibilities during care. Okay. Okay. The organization protect ചെയ്യാ, സംരക്ഷിക്കുന്നു, and to promote, പ്രോത്സാഹിപ്പിക്കുക, എന്താണ്, patient and family rights, പേഷ്യൻസിന്റെ ഫാമിലിയുടെ അവകാശങ്ങള് അതിനെ സംരക്ഷിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, HIലൊക്കെ പഠിച്ചിട്ടുണ്ട്, പേഷ്യൻസിന് എന്തൊക്കെ അവകാശങ്ങളുണ്ട് അല്ലെ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി റൈറ്റ്സ് സംരക്ഷിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ആര്? The organization. The organization protects and promotes patients and family rights. Okay. And then എന്താ പറഞ്ഞേക്കുന്നത്? Inform them about their responsibility during കെയർ. ഇനി എന്താ, ആ കെയർ കൊടുക്കുന്ന സമയത്ത്, പരിചരണ സമയത്ത് അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നു, അവരെ ഇൻഫോം ചെയ്യുന്നു അല്ലെ, അവരെ അറിയിക്കുന്നു. അപ്പൊ അത് ഉത്തരവാദിത്തം വരുന്നതാണ്. എന്താണ്, പേഷ്യൻസിന് അവർക്കുടെ ആ കെയർ, അവർക്ക് കൊടുക്കുന്ന ചികിത്സ, കെയർ സമയത്ത് നമുക്ക് അവർക്ക് എന്താണോ അവരുടെ രോഗം അല്ലെങ്കിൽ അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി എന്താണ്, അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. Okay. And inform them about their responsibility during care. പരിചരണ സമയത്ത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ, ഒരു അറിവ് കൊടുക്കുന്നു. അത് പഠിക്കണം കേട്ടോ. PRE1 നോട്ട് ചെയ്തിട്ട്. Okay. The organization എന്ത് ചെയ്യുന്നു? The organization protect and promote patients and family rights. പേഷ്യൻസിന്റെ ഫാമിലിയുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ അതിന്റെ ഒപ്പം തന്നെ എന്താ പറഞ്ഞേക്കുന്നത്? Inform them about their responsibility during care. ആ പരിചരണ സമയത്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സമയത്ത് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് അല്ലെ, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് അവരെ ഇൻഫോം ചെയ്യുക, അറിയിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് വൺ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത നോക്കിയേ, PRE2 എന്താ പറഞ്ഞേക്കുന്നേ? Patient and family rights support individual belief. എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? ഇൻഡിവിജ്വൽ ബിലീഫ്, നമ്മുടെ വ്യക്തിഗത വിശ്വാസങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് സപ്പോർട്ട് ഇൻഡിവിജ്വൽ ബിലീഫ്, വാല്യൂസ് ആൻഡ് ബിലീഫ്, അവരുടെ വിശ്വാസങ്ങളെ, മൂല്യങ്ങളെ, വാല്യൂസ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് അത് സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഇൻവോൾവ് ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. എന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെയും ഫാമിലിനെയും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അവരെ എന്ത് ചെയ്യുന്നു? ഇൻവോൾവ് ചെയ്യിക്കുന്നു. അതായത് ഇപ്പൊ നമുക്കറിയാം ട്രീറ്റ്മെന്റില്, അപ്പൊ നമ്മള് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ തരുമല്ലോ, ഇന്ന അസുഖമാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ ചെയ്യുന്നത്. ഡിസിഷൻ എടുക്കേണ്ടത് ആരാ? പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആണ് അല്ലെ, ഇന്ന രീതിയിൽ ചെയ്യണം. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റും അല്ലെ. പേഷ്യന്റിന് അതിനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ ഫാമിലിക്ക് അതിനുള്ള അവകാശമുണ്ട്. ഇപ്പൊ ഡോക്ടർ എങ്ങനെയാന്ന് പറഞ്ഞാലും നമ്മൾക്കറിയാം, വെച്ചാൽ നമ്മുടെ ഒരു ഡിസിഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തന്നെ സർജറി ചെയ്യണോ, അല്ലെങ്കിൽ മരുന്ന് തന്നെ മതിയോ, അല്ലെങ്കിൽ വേറെ കോഴ്സിലേക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ഏത് ഹോസ്പിറ്റലിലേക്ക് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ്? നമുക്ക് ആ പേഷ്യന്റിന് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് അവകാശമുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ഷുഗർ ഉള്ള ഒരു പേഷ്യന്റ്, ആ ഷുഗർ ഉള്ള പേഷ്യന്റിന് നമ്മൾ മെഡിസിൻ ആണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ മെഡിസിൻ അല്ല, മെഡിസിൻ മാറ്റി അവർക്ക് ഇൻസുലിൻ, അതിന് പകരം ഇൻസുലിൻ എടുക്കാനാണെങ്കിൽ ഡോക്ടറിന് പറയാം, ഇത്ര നാൾ നമ്മൾ മെഡിസിൻ ആയിരുന്നു ചെയ്തത്, അപ്പൊ ഇത്തിരി കൂടുതലാണ്, നമുക്ക് ഇൻസുലിൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് പേഷ്യന്റിനോട് പറയാം, ഡോക്ടറിന് പറയാം. അതനുസരിച്ച് ആ ഡിസിഷൻ എടുക്കേണ്ടത് ആരാ? പേഷ്യന്റ് ആണ് അല്ലെ. ഇൻസുലിൻ തന്നെ എടുക്കണോ, മരുന്ന് തന്നെ ഡോസ് കൂട്ടി മതിയോ, അതൊക്കെ ആ ഒരു
അതിന്റെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പേഷ്യന്റിന് അല്ലെങ്കിൽ ഫാമിലിക്ക് അവകാശമുണ്ട്. അപ്പൊ അതാണ് ആ പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് എന്ന് പറയുന്ന അവകാശങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. പേഷ്യന്റിനെ അല്ലെങ്കിൽ ഫാമിലിനെ എന്ത് ചെയ്യുന്നു, അവരുടെ ബിലീഫ്, അവരുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ വാല്യൂവിനെ ഒക്കെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? സെക്കൻഡ് പോയിന്റ്, സപ്പോർട്ട് ഇൻഡിവിജ്വൽ ബിലീഫ്, വാല്യൂസ് ആൻഡ് ഇൻവോൾവ്, അവരെയും കൂടി അതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നു അല്ലെ. പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പേഷ്യന്റിനെയും ഫാമിലിനെയും കൂടി ഉൾപ്പെടുത്തുന്നു, ഇൻവോൾവ് ചെയ്യിക്കുന്നു. Then PRE 3, 3 എന്താ പറഞ്ഞേക്കുന്നത്, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് 3. The patient and or family members are educated to make informed decision and are involved in the care planning and delivery process. ഇത് തന്നെയാണ് വേറെ രീതിയിൽ നടന്നേക്കുന്നുള്ളൂ. പേഷ്യന്റിനെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെയൊക്കെ അറിവോടെ തന്നെ, അവർക്കുടെ ആ ഒരു അറിവോട് കൂടി തീരുമാനം എടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അവർക്ക്. അപ്പൊ നമ്മള് അവരെ ഒന്ന് പറഞ്ഞൊരു അവർക്കൊരു അവയർനെസ് കൊടുക്കണ്ടേ, എങ്കിലാണ് എന്താ പറയാ അതിനനുസരിച്ചുള്ള തീരുമാനം. വെറുതെ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമല്ലോ, ആ ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്കൊരു അറിവ് വേണം അല്ലെ, ഒരു ഇൻഫർമേഷൻ, ഒരു അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേറ്റഡ് ആക്കണം. എന്നിട്ട് ഇന്ന കാര്യങ്ങളാണ് ഇന്ന പോലെ ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യേണ്ടതായിരിക്കും എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കണം. അതനുസരിച്ച് തീരുമാനം എടുക്കാനായിട്ട് പേഷ്യൻസിന് അല്ലെങ്കിൽ ഫാമിലിക്ക് അവകാശം ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നുണ്ട് ആൻഡ് ആർ ഇൻവോൾവ് കെയർ പ്ലാനിങ്, പരിചരണ ആസൂത്രണത്തിലും, ഇതെങ്ങനെ നമുക്ക് പ്ലാനിങ് ഉണ്ടല്ലോ അതിലും, ഡെലിവറി പ്രോസസ്സ് അതിലുമൊക്കെ അവരെ എന്ത് ചെയ്യുന്നു, ഇൻവോൾവ് ചെയ്യിക്കണം, അവരെ ഉൾപ്പെടുത്തണം. ഓക്കെ, അത് തന്നെയാണ് സെക്കൻഡ് തന്നെ വേറെ രീതിയിൽ തന്നേക്കണമെന്നുള്ളൂ. Patient and or family members are educated to make informed decision and are involved in the care planning and delivery process. Care planning, delivery process ഒക്കെ അവരെ ഇൻവോൾവ് ചെയ്യിക്കണം, അവരെ അതിൽ ഉൾപ്പെടുത്തണം. Then next, fourth one, informed consent is obtained from the patient or family about കെയർ. അവരുടെ പരിചരണത്തെ കുറിച്ച്, കെയറിനെ കുറിച്ച് പേഷ്യന്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നുള്ള ഒരു സമ്മതം നേടുന്നു. കോൺസെന്റ്, കോൺസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതം, കോൺസെന്റ് സമ്മതം, അവരുടെ സമ്മതം നേടുന്നു. ഓക്കെ, എന്തൊക്കെ ഇതാണ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്നൊക്കെ ചെയ്യണം എന്നുള്ളതിനൊക്കെ അവർക്കുടെ ഒരു സമ്മതം വേണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞതാണ്, പേഷ്യന്റ് അവരുടെ ഫാമിലി സൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ, ഈ സർജറി ചെയ്യാനായിട്ട് സമ്മതമാണ് എന്നുള്ളത് സൈൻ ചെയ്യണം. ആ പേപ്പറിൽ, ലീഗലായിട്ട് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം അവരത് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുള്ളൂ അല്ലെ. ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ സമ്മതപത്രം കൊടുക്കണ്ടാവട്ടെ അല്ലെ. അവരുടെ കെയറിനെ കുറിച്ച് പേഷ്യന്റിൽ നിന്നോ ഫാമിലിയിൽ നിന്നുള്ള ഒരു സമ്മതം നേടുന്നു. അതിനുശേഷം അവർക്ക് കറക്റ്റ് ആയിട്ട് അവരതിന് തയ്യാറാണെങ്കിൽ മാത്രമാണ് അത് അവര് ഫോളോ ചെയ്യുള്ളൂ, അത് പിന്നെ അതിനെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ, PRE 5 ആണ്. Patient and family have a right to information and education about their health care needs. Okay, 5 അല്ലേ. Patient and family have a right, അവർക്ക് അവകാശമുണ്ട്, right to information and education about their health care needs. അവരുടെ നമുക്ക് ആ ഹെൽത്ത് കെയർ നീഡ്സ് എന്തൊക്കെയാണ്, ഒരു ആരോഗ്യപരമായിട്ടുള്ള നീഡ്സ്, ആവശ്യങ്ങള്, ഹെൽത്ത് കെയർ നീഡ്സ് എന്താണ്, അതിനെ കുറിച്ച് അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻ, വിവരങ്ങളും വിദ്യാഭ്യാസവും ലഭിക്കാനുള്ള ഒരു അവകാശമുണ്ട്. Patient and family have to right to information, ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, ഇതിനെ കുറിച്ച് അവരുടെ ഹെൽത്ത് കെയർ നീഡ്സ്, ആരോഗ്യകരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരങ്ങളും ഒരു എഡ്യൂക്കേഷനും ലഭിക്കാനുള്ള ഒരു അവകാശം പേഷ്യൻസിനുണ്ട്.
അടുത്ത നോക്കിയേ 6 എന്താണ്? PRE 6 സ്റ്റാൻഡേർഡ് 6 പേഷ്യന്റ് ആൻഡ് ഫാമിലി ഹാവ് ഇൻഫർമേഷൻ ഓൺ എക്സ്പെക്റ്റഡ് കോസ്റ്റ്. കണ്ടോ, പ്രതീക്ഷിക്കുന്ന കോസ്റ്റ് അതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പേഷ്യന്റിനും ഫാമിലിക്കും അവർക്കൊരു അവകാശമുണ്ട്. അതായത് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ആ ട്രീറ്റ്മെന്റിന് എത്ര കോസ്റ്റ് ആവും എന്നുള്ളത്, ആ പ്രതീക്ഷിക്കുന്ന ചെലവ് എത്രയാവുന്നോ അവർക്കൊരു ഇത് കൊടുക്കണ്ടേ, നേരത്തെ തന്നെ കൊടുക്കണം. പ്രതീക്ഷിക്കുന്ന ചെലവിനെ കുറിച്ച് നമ്മളായിട്ടും ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഇത്ര രൂപയാവുമെന്ന് നമ്മൾ സർജറിക്ക് മുന്നേ പറയണം, അല്ലെ? എങ്കിലാണ് അവർക്ക് അത്രയും ക്യാഷ് കയ്യിൽ കരുതാൻ പറ്റുള്ളൂ. ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ഇത്ര രൂപയാകും, അവരെ എക്സ്പെക്ട് ചെയ്യുന്ന കോസ്റ്റ്, പ്രതീക്ഷിക്കുന്ന ആ ചെലവ് എത്ര രൂപയാകും എന്നുള്ളത് പേഷ്യൻസിനും ഫാമിലിക്കും ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. അതൊന്ന് ടിക്ക് ഇട്ടോ കേട്ടോ. PRE 6 എന്നുള്ളത് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ 6. Patient and family have information on expected cost. പ്രതീക്ഷിക്കുന്ന കോസ്റ്റ്, ചെലവ്, അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാം. പേഷ്യൻസിനും ഫാമിലിക്കും ഒക്കെ അതിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ കൊടുക്കണം. ചെലവിനെ കുറിച്ച്, പ്രതീക്ഷിക്കുന്ന ചെലവിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. Then PRE 7. The organization has a mechanism to capture patients' feedback and to repress complaints. കണ്ടോ, പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് ഫീഡ്ബാക്ക് എടുക്കും. അതിന് കുറച്ച് ഫോമുകളൊക്കെ കൊണ്ട് തരാറില്ലേ, ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെ? ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണോ, അതിന് എന്തെങ്കിലും നമുക്ക് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം, അല്ലെ? എന്തെങ്കിലും നമ്മുടെ ഒപ്പീനിയൻ എന്തെങ്കിലും അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ പേഷ്യന്റ് ഫീഡ്ബാക്കുകൾ ക്യാപ്ചർ ചെയ്യാനും അവരുടെ റിട്രസ് കംപ്ലൈന്റ് പരിഹരിക്കാനും, റിട്രസ് എന്ന് വെച്ചാൽ പരാതികൾക്കുള്ള പരിഹാരങ്ങൾ, പരാതികൾ പരിഹരിക്കാനും ഉള്ള ഒരു സിസ്റ്റം, ഒരു സംവിധാനം ഓർഗനൈസേഷൻ ഉണ്ട്. ഫീഡ്ബാക്ക്, പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കാനും സ്വീകരിക്കാനും പിന്നെ ആ കംപ്ലൈന്റുകൾ പരിഹരിക്കാനുമുള്ള ഒരു സിസ്റ്റം ഓർഗനൈസേഷനും ഉണ്ട്. ഓക്കെ, the organization has a mechanism to capture patients' feedback to redress complaints. ഫീഡ്ബാക്ക് സ്വീകരിക്കാനും എടുക്കാനും കംപ്ലൈന്റ്സ് പരാതികളൊക്കെയുള്ള പരിഹരിക്കാനുമുള്ള ഒരു സംവിധാനം ഓർഗനൈസേഷൻ ഉണ്ട്. ഇനി PRE 8 ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ടിക്ക് ഉണ്ടോ കേട്ടോ. The organization has a system for effective communication with the patients and or families. The organization has a system for effective communication with the patient or and or families. Patient ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഒരു നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതിനുള്ള സംവിധാനം ഓർഗനൈസേഷൻ ഉണ്ട്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്, അതിനുള്ളൊരു സംവിധാനം കേട്ടോ. The organization has a system for effective communication. ഒരു ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഉള്ള ഒരു സംവിധാനം ഓർഗനൈസേഷന് ഉണ്ട്. Okay, the organization has a system for effective communication with the patients and or families. അതിനർത്ഥം നമ്മൾ ഈ ആറിയില് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ അതിന്റെ സ്റ്റാൻഡേർഡ്സ് ഏതാണ്? PRE 1 പഠിക്കണം. PRE 1, PRE 6, PRE 8 അത്രയും പഠിച്ചാൽ 3 അതിൽ നിന്ന് നോട്ട് ചെയ്തെടുക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് 3 പഠിക്കാം. ഇങ്ങനെ നോട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമില്ലേ പഠിക്കാനായിട്ട്? ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ടല്ലോ, നിങ്ങൾക്കും എളുപ്പമുണ്ട്. ഇതൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. ഇത് ഞാൻ ഒന്നുകൂടി പറയണതാണ് കേട്ടോ. നമ്മൾ അബ്രിവേഷൻസ് ഒക്കെ 300 ചില്ലാനോളം ഉണ്ടായിരുന്നു അതിനകത്ത് ടെർമിനോളജിയിൽ. അതിൽ ഇതുപോലെ നിങ്ങൾക്ക് ടിക്കറ്റ് തരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരുന്നല്ലോ, അല്ലെ? അവര് പറഞ്ഞു എളുപ്പമുണ്ട് മിസ്, ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് പറഞ്ഞു തരികയാണെങ്കിൽ ഈ ഫുള്ള് പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് തന്നെയാണ്, അല്ലെ? അതുകൊണ്ട് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ നോട്ട് ചെയ്ത് തന്നത്. മറ്റത് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എന്നാ നമുക്ക് ഇത്രയും മതി, ഒരുപാട് എടുക്കാനുള്ള. ഇത് വെറുതെ ഇങ്ങനെ വായിച്ചു പോകാനല്ലേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. ബോറടിച്ചാ ആർക്കെങ്കിലൊക്കെ ബോറടിച്ചാ കുഴപ്പമില്ലല്ലോ, ഓരോ പോയിന്റ്സ് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അല്ലേ, കുഴപ്പമില്ല അല്ലെ? ഓക്കെ,
എന്നാ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. HIC ഹോസ്പിറ്റൽ ഇൻസ്പെക്ഷൻ കൺട്രോൾ ഇത് കുറച്ചും കൂടി ഉള്ളൂ. ഒറ്റയടിക്ക് ഇങ്ങനെ വായിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചാണ് പതുക്കെ എടുത്തത് കേട്ടോ. ഓക്കെ, ഒത്തിരി ഡീറ്റെയിൽ ഒന്നും ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കില്ല. നമ്മൾ ഞാൻ ആ മോക്ക് ടെസ്റ്റിൽ ഞാൻ ആ മോഡൽ അതുകൊണ്ടാണ് ഇട്ടത്. അപ്പൊ ആ 2 രീതിയിലായിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഇതും പഠിച്ചു വെക്കും. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.